തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാതയോരത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നതായി പരാതി. പ്രദേശത്ത് CCTV ക്യാമറകൾ അടക്കമുണ്ടായിട്ടും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. രാത്രിയിൽ ശുചിമുറി മാലിന്യം തള്ളിയ ടാങ്കർ ലോറിയെ ആദ്യം പിന്തുടരുന്നത് ആംബുലൻസ് ഡ്രൈവറാണ്. 3 കിലോമീറ്ററോളം ടാങ്കർ ലോറിയെ പിന്തുടർന്ന ആംബുലൻസ് ഡ്രൈവർ നമ്പർ സഹിതം ദൃശ്യങ്ങൾ പകർത്തി പോലീസിൽ അറിയിക്കുകയായിരുന്നു. പിന്നീട് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. പ്രകൃതി മനോഹരമായ പെരുമ്പുഴ പ്രദേശം ഇന്ന് മലിനമയമാണ്. സാധാരണ മാലിന്യങ്ങൾക്ക് പുറമെ ശുചിമുറി മാലിന്യങ്ങൾ കൂടി പ്രദേശത്ത് തള്ളാൻ തുടങ്ങിയതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. നമ്മുടെ പോലീസ് അധികാരികളും ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കാണ്. ഇവിടെ ക്യാമറയുണ്ട്, പല സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും ഒരാളും ചെവി കൊള്ളുന്നില്ല, ആരും കാണുന്നില്ല. അങ്ങനെ അവർ എന്താ ഇപ്പോൾ അവരുടെ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് കൊണ്ടുവന്ന് തള്ളുന്നുണ്ട് കക്കൂസ് മാലിന്യം. വളരെയധികം കച്ചറ മണവും വല്ലാത്തൊരു ഇതാണ് അവസ്ഥയാണ് ഇതിൽ നമുക്ക് സഞ്ചരിക്കാൻ. അവിടെ പോലുള്ള ഒരു വ്യക്തി വിചാരിച്ച ഒന്നും നടക്കില്ല. അതായത് അവർ നമ്മളെ ഗുണ്ടായിസണം അവരിൽ 4 ആൾക്കാരൊക്കെ വണ്ടിയിലുണ്ടാവും, അല്ലെങ്കിൽ അവരെ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ ബൈക്കുമ്പോൾ വരുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ആരും നമുക്ക് അവരെ എതിർക്കാൻ പറ്റില്ല. പുലർച്ചെയുള്ള സമയങ്ങളിലാണ് ശുചിമുറി മാലിന്യമായി ടാങ്കർ ലോറികൾ പ്രദേശത്തെത്തുന്നത്. പിന്നീട് പാടശേഖരത്തിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നു. പാടശേഖരത്തിന് സമീപം ചെടികൾ വളർന്നു നിൽക്കുന്നതിനാൽ വഴിയിൽ പോകുന്നവർ റോഡിന് ചേർന്നുള്ള ഈ ഗർത്തം കാണുന്നില്ല. ഇവിടെയാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. നാട്ടുകാരടക്കം പലരും ഇത് കാണുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന പരാതിയുണ്ട്. അരിമ്പൂർ മനക്കൊടി പ്രദേശത്ത് മാലിന്യം തട്ടാനായി 2 ലോറികൾ വന്ന സമയത്ത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി ലോറികൾ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ ഒരു ലോറിയാണ് പെരുമ്പുഴപ്പാടത്ത് ശുചിമുറി മാലിന്യങ്ങൾ തട്ടിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ഇതിനു പുറകിൽ സംഘങ്ങളുണ്ടെന്നും പരാതിയുണ്ട്. മാലിന്യം തട്ടുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് പഞ്ചായത്ത് അധികൃതർക്കും പറയാനുള്ളത്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പിഴ ഈടാക്കാൻ പഞ്ചായത്തുകൾ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തിക്കാത്തതിനാൽ വേറെ ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തും മള്ളൂർ ഗ്രാമപഞ്ചായത്താണ് ഈ പെരുമ്പുഴ പാതയോരത്തിൻ്റെ 2 പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ മള്ളൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാപകമായിട്ട് പുലർച്ചെ കാലങ്ങളിൽ ഇവിടെ വണ്ടികളിൽ കൊണ്ടുവന്ന് ശുചിമുറി മാലിന്യം തള്ളുന്നത് പഞ്ചായത്തിന് തീരെ എന്താ പറയേണ്ട ഒരു തലവേദന ഉണ്ടാക്കുന്നതിലേക്ക് വന്നിട്ടുണ്ട്. മള്ളൂർ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇതിനിപ്പോൾ ഇവിടെ ക്യാമറ വയ്ക്കേണ്ട പദ്ധതിക്ക് കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗത്തിൽ ഇതിൽ അംഗീകാരം കൊടുത്തു. പെരുമ്പുഴ പാതയോരത്ത് നമ്മൾ 3 ക്യാമറകൾ അടിയന്തര ഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ ഈ 2ാം പാലത്തിൻ്റെ അറ്റം വരെയുള്ള സ്ഥലത്ത് നമ്മൾ വെക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അധികാരികൾ കൂടുതൽ കൺതുറന്ന് പ്രവർത്തിക്കണമെന്നും കൂടിയാണ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആവശ്യം. കാരണം ഇത് തട്ടുന്നത് വ്യാപകമായിട്ട് വൈകുന്നേരങ്ങളിൽ ഒരേ സമയത്താണ്, ഏകദേശം ഒരു 1:30 മുതൽ 3 മണി വരെ. ആ സമയങ്ങളിൽ ഈ പ്രദേശത്ത് പെട്രോളിങ് നടക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്ന വ്യാപകമായിട്ടുള്ള പരാതിയുണ്ട്. അപ്പോൾ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പോലീസിൻ്റെ നിരീക്ഷണം ശക്തമാക്കണമെന്നും അതിൽ കൃത്യമായി നടപടിയെടുക്കണമെന്നും കൂടി ആവശ്യപ്പെടുകയാണ്. നടപടി ഉണ്ടാവാത്താണ് പ്രശ്നം. അവർ കുറച്ചും കൂടി ശ്രദ്ധിക്കണമെങ്കിൽ എത്ര വരാൻ സാധ്യതയില്ല. ഇതിപ്പോൾ ആ സ്പേസ് ഉണ്ടല്ലോ, 2 പോസ്റ്റിൻ്റെ സ്പേസിൽ കൊണ്ട് തട്ടുന്നത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. പക്ഷേ അവിടുത്തെ അതിൽ കാണാൻ അങ്ങനെ ഒഴിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങൾ സ്മെല്ല് കാണാം, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.